ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ചക്കക്കുരു മാങ്ങ കറിയുടെ ഒരു വീഡിയോ ആണ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ചക്കക്കുരു മാങ്ങ എല്ലാം വൃത്തിയാക്കി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചക്കക്കുരു ആദ്യം തന്നെ വേവിച്ചെടുക്കണം. ചക്കക്കുരു നല്ലപോലെ വേവാകുമ്പോൾ നമുക്ക് മാങ്ങയിട്ട് വേവിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചക്കക്കുരു വേവിക്കാൻ വേണ്ടി വെക്കാം. സ്റ്റവ് ഓണാക്കി ഞാൻ ചക്കക്കുരുവിന് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. നമുക്ക് ചില ചക്കക്കുരു ഇത്തിരി വേവാൻ ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ചക്കക്കുരു നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് അതിൽ. അപ്പോൾ ഞാനതിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇടുന്നുണ്ട് കേട്ടോ. ആ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടതിൻ്റെ വീഡിയോ ഇതിൽ ആഡായില്ല. പിന്നെ കുറച്ച് ഉപ്പിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കിയത് ഒന്നുകൂടി വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ചക്കക്കുരു ഒന്ന് കുറച്ച് വേവായി വരുമ്പോൾ നമുക്ക് മാങ്ങയിട്ട് വേവിക്കാം. ചക്കക്കുരു ഇവിടെ ഒരുവിധം വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ചൊന്ന് വേവായി നമുക്ക് മാങ്ങയിട്ട് വേവിക്കാം. ചക്കക്കുരു നല്ലപോലെ വേവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഞാനിവിടെ അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3/4 കപ്പ് നാളികേരം, ഒരു 4 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു 4 കഷ്ണം ചെറിയ ഉള്ളി. അതെല്ലാം കൂടെ നമുക്കൊന്ന് ഇത് ചക്കക്കുരു വേവുമ്പോഴേക്ക് നമുക്കൊന്ന് അരച്ച് വയ്ക്കാം. അപ്പോൾ ഇത് ഏകദേശം വേവായിട്ടുണ്ട്. നമുക്കൊന്ന് മാങ്ങിയിട്ട് വേവിക്കാൻ വയ്ക്കാം. ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ മാങ്ങയിട്ട് എല്ലാം ഒന്ന് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി അടച്ച് വെച്ച് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ മാങ്ങയും ചക്കക്കുരെല്ലാം ഒരുവിധം നന്നായി വെന്തിട്ടുണ്ട്. മാങ്ങ നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി അരപ്പ് ചേർക്കാം. അപ്പോൾ അതിവിടെ ഞാൻ തേങ്ങയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ നല്ല സോഫ്റ്റായിട്ട് അരച്ച തേങ്ങ അരച്ചത് ഞാൻ കറിയിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് അരപ്പൊന്ന് ചേർത്ത് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അരച്ച മിക്സിയിൽ ഞാൻ ഒരല്പം വെള്ളം കൂടിയും ചേർത്തൊന്ന് കഴുകി അതിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് ഞാൻ നല്ലപോലെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച് ചേർത്ത് അത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇറക്കി വെച്ച് നമുക്ക് കറി കാച്ചാനുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിക്കാൻ വയ്ക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് 2 വറ്റൽമുളകും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് പൊട്ടിയിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ചക്കക്കുരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.